നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ വിവാഹം നടന്നിട്ടുള്ളത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തത് ആരെയാണ്? ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവിക്ക് റസൂലുള്ളാഹി കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സാ? 40 വയസ്സ് പ്രായം. ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുമ്പോൾ 40 വയസ്സ് പ്രായം. ആദ്യത്തെ ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ട വേറെ ഒരു ബീവിയുടെ പേര് പറയാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, 40 വയസ്സുള്ള ബീവിയെ 25ാമത്തെ വയസ്സിൽ കെട്ടി എന്നുള്ളതാണോ അതിന്റെ പ്രത്യേകത? അല്ല. ഏറ്റവും കൂടുതൽ നബിയുടെ കൂടെ ജീവിച്ച ബീവിയാരാണ്? ബീവി ഖദീജുമ്മയാണ്. എത്ര കൊല്ലം ജീവിച്ചു? 25 കൊല്ലം, 1/4 നൂറ്റാണ്ട്. 25 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ച ബീവിയാണ് ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് ആ ഖദീജ ബീവി ഉള്ള കാലത്ത് വേറൊരു കല്യാണം കഴിച്ചില്ല, ഒരു കല്യാണം കഴിച്ചില്ല. ഖദീജ ബീവി വഫാത്താകുന്നത് 65ാമത്തെ വയസ്സിൽ അല്ലേ? അത് കഴിഞ്ഞതിന്റെ ശേഷമല്ലേ വേറെ ഭാര്യമാരൊക്കെ വരുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് എത്രയാ? 50 അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 50 ആയി. 25 ഖദീജമ്മക്ക് 40, 15 വയസ്സിന്റെ ഡിഫറൻസ് ആണ് രണ്ടുപേരുള്ളത്. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 വയസ്സിന്റെ ശേഷമാണ് വേറെ കല്യാണങ്ങൾ കഴിച്ചതെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെക്സ് പതഞ്ഞു പൊങ്ങുന്ന പ്രായം നേരത്തെ പറഞ്ഞതുപോലെ 13 to 19 എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും കിട്ടാത്ത ഒരു കാലമാണ്. എന്ത് തോന്നിയാസം കാട്ടിക്കൂട്ടുന്ന ഒരു കാലം, നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ. ടീനേജ് എന്ന് പറയുന്ന കാലം, 13 to 19 വരെയുള്ള കാലം, അത് ഒരു പിടുത്തം കിട്ടാത്ത ടീൻ എന്നതിൽ ആ ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന കാലമാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ 13 to 19 ഒരു പിടുത്തം ആർക്കും കിട്ടില്ല. 13 to 19. എന്നാൽ അന്ന് വഷളായിട്ടില്ല റസൂലുള്ളാഹി. സംഗതിയോ നാട്ടിൽ അതിനൊരു വിഷയവുമില്ല. അങ്ങനെ ചെയ്തെങ്കിൽ ആരും ഒന്നും പറയില്ല. വഷളായിട്ടില്ല. പിന്നെ 25 നല്ല പ്രായം, 40 വരെ നല്ല പ്രായമല്ലേ, 50 വരെ നല്ല പ്രായം എന്ന് പറഞ്ഞു. അതുവരെ 65 വയസ്സുള്ള ബീവിയുടെ കൂടെ ആ സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുഭാരിത്വത്തിലേക്ക് വരുന്നത് അവിടെ തന്നെ. ഇവർ ഈ പരിഹസിച്ച് പറഞ്ഞ ദൈവവിളി എന്ന് പറഞ്ഞ് പരിഹസിച്ച് പറഞ്ഞ ഈ വഹ്യ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറിയ തല പോലെ. കാരണം ഒരു മനുഷ്യന് 25ാം വയസ്സിലും 30ാം വയസ്സിലും ഒന്നും ഇല്ലാത്ത പിരാന്താണോ 50 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നത്? അതുവരെ ഒരു കുഴപ്പമില്ല, 50 വയസ്സ് കഴിഞ്ഞിട്ടാണോ ഇതുണ്ടാകുന്നത്? ചിന്തിക്കേണ്ടതാണ്. ഏതാവട്ടെ, ഖദീജുമ്മ റളിയല്ലാഹു അൻഹ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളെ കിട്ടിയതും ഈ ബീവിയിൽ നിന്നാണ്. അവിടെ നിന്ന് വഫാത്താകുന്നത് വരെ കല്യാണം കഴിച്ചില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖാസിം, അബ്ദുല്ലാ, റുഖയ്യ, സൈനബ്, ഉമ്മു കുൽസും, ഫാത്തിമ ഈ മക്കളെയൊക്കെ കിട്ടിയത് അവരിൽ നിന്ന്. ഇബ്രാഹിം എന്ന കുട്ടി മാത്രമാണ്, ആകെ 7 കുട്ടികളാണ്. അതിലെ ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ നിന്നാണ് ഉണ്ടായത്. അത് പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യ കാലത്ത് തന്നെ വിശ്വസിച്ചു. 40 വയസ്സായപ്പോൾ നബിക്ക് രൂപത്തിൽ കിട്ടി. അന്ന് തന്നെ ഖദീജ ബീവിയുടെ ഏറ്റവും വലിയ പവർ എന്താന്ന് വെച്ചാൽ ആദ്യം വിശ്വസിച്ച മനുഷ്യൻ എന്നതാണ്. അബൂബക്കർ സിദ്ദീഖിനെ പറ്റിയാണ് നമ്മൾ പറയില്ല. അവലുമൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറാണ്. പക്ഷേ അതൊക്കെ പിന്നെയാണ്. ഏറ്റവും ആദ്യം വിശ്വസിച്ചത് ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ ഖദീജ ബീവി റസൂലുള്ളാഹി രഹസ്യമായിട്ട് അന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം, രണ്ടാളും നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദഅവത്ത് പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് അനുഭവിച്ചപ്പോൾ അന്ന് താങ്ങും തണലുമായിട്ട് മുത്തുനബിയെ സമാധാനിപ്പിക്കാനുണ്ടായത് ഈ ബീവിയാണ്. നേരെ മറിച്ച് പ്രായം കുറഞ്ഞ ഒരു പെണ്ണാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഈ ബുദ്ധിമുട്ടിനൊക്കെ പോകുന്നതെന്ന് ചോദിച്ചിട്ട് അത് നിരുത്സാഹപ്പെടുത്തും. ജീവിതം എന്താണെന്ന് അനുഭവിക്കാത്ത ഒരു പെണ്ണാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങായി വഹി വന്ന സമയത്ത് ആദ്യം ഓടി വരുന്നത് ബീവി ഖദീജുമ്മയുടെ അടുത്തേക്കാണ്. 6 മാസം മുമ്പ് ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നു ഇബാദത്ത് ചെയ്യാനായിട്ട്. നബി തങ്ങൾ ഒരു സ്ത്രീലമ്പടനാണെങ്കിൽ ഈ ഭാര്യയെ ഒഴിവാക്കിയിട്ട് 6 മാസം ഹിറാ ഗുഹയിൽ പോയിരിക്കുക ഇല്ല. ഹിറാ ഗുഹയിൽ പോയിരുന്ന ഇബാദത്ത് ചെയ്യുകയായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് സമ്മിലൂനി എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ ഖദീജ പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്ന രംഗം. ഖദീജ പറഞ്ഞു, നബിയെ വിഷമിക്കരുത്, എന്നിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഇതെനിക്ക് നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. നബി തങ്ങൾ പറയുമ്പോൾ ഖദീജ ബീവി പറഞ്ഞു, കല്ല, വേണ്ട, സങ്കടപ്പെടരുത്, അബ്ശിർ. നബിയെ തങ്ങൾ ഹാപ്പി ആവണം, അങ്ങ് സന്തോഷിക്കണം. സന്തോഷിക്കാ വേണ്ടത്. ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, നബിയെ തങ്ങളെ ഒരിക്കലും അല്ലാഹു കൈയൊഴിക്കൂല. ഇന്നക ലതസിലുർ റഹിമ വതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവാഇബിൽ ഹഖ്. നബിയെ തങ്ങളുടെ കുടുംബബന്ധം ചേർത്തുന്ന ആളാണ്. നബിയെ തങ്ങൾ കുടുംബബന്ധം ചാർത്തുന്നയാളാണ്. നബിയെ തങ്ങള് അള്ളാഹു ഒരിക്കലും തങ്ങളെ വഷളാക്കൂല. തങ്ങൾ സത്യം മാത്രം പറയുന്നയാളാണ്. തങ്ങള് പ്രയാസമുള്ളവരെ ഏറ്റെടുക്കുന്നവരാണ്, ജോലിയില്ലാത്തവരെ ഏറ്റെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും
ബുദ്ധിമുട്ടുകള്, കാലമുസീബത്തുകള് ആർക്കെങ്കിലും വരികയാണെങ്കിൽ അവിടെ സഹായവുമായിട്ട് ഓടിച്ചെല്ലുന്ന തങ്ങളെ അള്ളാഹു ഒരിക്കലും ഖായിബാക്കൂല. തങ്ങൾ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി ആകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായി പറഞ്ഞത്. നബി ആയതിന്റെ ശേഷമല്ല, നബി ആകുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങൾക്ക് ഈ മനുഷ്യത്വപരമായ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബിയെ തങ്ങൾ അള്ളാഹു ഖായിബാക്കൂല കേട്ടോ, തങ്ങൾ മനുഷ്യ സ്നേഹിയാണ്, പടച്ചോൻ തങ്ങളെ നബിയാക്കാൻ തീരുമാനിച്ചതാണ്, വിഷമിക്കണ്ട തങ്ങളെ. ഈ ഒരു ഉറപ്പ് നൽകിയത് ബീവി ഖദീജുമ്മയാണ്. ഇതിനാണ് ഖദീജ ബീവിയെ കല്യാണം കഴിക്കണം എന്ന് അന്ന് തോന്നാൻ കാരണം. എന്നിട്ട് ഈ ഖദീജ ബീവിയുടെ എളാപ്പാന്റെ മകനുണ്ട്, വളരെ പ്രായം ചെന്ന വറഖത്ത് ബിൻ നൗഫൽ. അയാള് നസ്രാനിയാണ്. അദ്ദേഹം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള സത്യമത അതാണല്ലോ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മതമാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? അയാളുടെ അടുത്ത് കൊണ്ടുചെന്നു. അയാൾക്ക് കണ്ണൊക്കെ കാണാതെ വയസ്സനായിട്ടുണ്ട്. മുഹമ്മദ് എന്താ പറയുന്നതെന്ന് കേട്ടു നോക്ക്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഭയം ഉണ്ടെങ്കിലും നബി തങ്ങളോട് അത് കാണിക്കാതെ ഒക്കെ റെഡിയാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആരോട് പറഞ്ഞു? ഇക്കാക്കനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇക്കാക്ക പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഹാദ നാമൂസുല്ലദീ ഉൻസില അലാ മൂസ. മൂസ അലൈഹിസ്സലാമിന്റെ മേലെ അവതരിപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമില്ലേ, ആ ജിബ്രീൽ തന്നെയാണ് ഇവിടെ ഹിറാ ഗുഹയിൽ നിന്റെ ഭർത്താവിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഒരു പേടിയും വേണ്ട, എനിക്ക് പ്രായമായി, ഈ കുട്ടിയെ ഈ നാട്ടുകാര് പുറത്താക്കുന്ന ഒരു കാലത്ത് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ ഞാൻ സഹായിക്കുമോ? അപ്പോഴാണ് മുത്തുനബി ചോദിച്ചത്, ഇവരെന്നെ പുറത്താക്കുവോ? നാട്ടുകാരെ, സ്വന്തം നാട്ടുകാർ എന്നെ പുറത്താക്കുവോ എന്ന് ചോദിച്ചത് വല്ലാത്തൊരു സംഭവമാണ്. അതേ മോനെ, നിന്നെ പോലെയുള്ള ആശയം ആര് കൊണ്ടുവന്നിട്ടുണ്ടോ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, എതിർക്കപ്പെട്ടിട്ടുണ്ട്, സത്യത്തെ ഏത് കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനത്തിന്റെ ഭാഗമാണ് ഇത് എന്നും കൂട്ടിയാൽ മതി. സത്യത്തിനെന്നും വിമർശനങ്ങൾ ഉണ്ടാകും, അതെന്നും കൊഞ്ഞനം കുത്തപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിനിടയിലൊക്കെ സത്യം വിജയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും താങ്ങിയ ബീവിയാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. മറ്റുള്ളവരെക്കാളൊക്കെ ഇഷ്ടായിരുന്നു. ഖദീജ ബീവി പറഞ്ഞു, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി മാ ഗിർതു അലാ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ കൊടുക്കുന്ന സ്നേഹം കണ്ടാൽ എനിക്ക് വല്ലാത്ത അസൂയയായിരുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അത് അനുവദിക്കപ്പെട്ട അസൂയാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ സ്നേഹം ഒരാൾക്ക് കിട്ടുന്നത് കാണുമ്പോ പടച്ചോനെ അതുപോലെ മുത്തുനബിയുടെ സ്നേഹം എനിക്ക് കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുക, അല്ലാതെ ഖദീജാനോട് സ്നേഹം ഉണ്ടാവരുത് എന്നല്ല. അതാ തെറ്റായ അസൂയ. അത് തെറ്റായ അസൂയാണ്. ഖദീജനോടുള്ള സ്നേഹം പോകണം അല്ല, അതുപോലെയുള്ള സ്നേഹം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഖദീജുമ്മയോട് എനിക്ക് അസൂയ തോന്നിയതുപോലെ, കാരണം നബി തങ്ങൾ സ്നേഹം കൊടുക്കുന്നത് കാണുമ്പോ അസൂയ തോന്നിയതുപോലെ മറ്റാരോടും തോന്നിയിട്ടില്ല. സംഗതി ഒമാറ ഐതുഹ, ഞാൻ ഖദീജുമ്മയെ കണ്ടിട്ടില്ല. ശരിയാണല്ലോ, ആയിഷ ബീവിനെ കല്യാണം കഴിക്കുമ്പോൾ ഖദീജുമ്മ നിലവിലില്ല. എന്നാൽ ഒപ്പമുള്ള ഈ ആളുകളോട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. ആയിഷ ബീവി ഒപ്പം ജീവിച്ച ഭാര്യമാരോട്, കാരണം അവരെ പറയുന്നതിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞിരുന്നു, എന്തിനധികം പൊരേനാണ് പുറത്തിറങ്ങണമെങ്കിൽ ഖദീജ ബീവിന്റെ 2 മദ്ഹ് പറഞ്ഞിട്ടേ പുറത്തിറങ്ങുള്ളൂ. ലാ യകാദു യഖ്റുജു മിനൽ ബൈത്തി ഹത്താ യദ്ഖുറ ഖദീജ. ഖദീജ ബീവിന്റെ മദ്ഹ് പറയാതെ പൊരേന്ന് പുറത്ത് കടയിറങ്ങില്ല. ഒരു ദിവസം എനിക്ക് കേട്ടപ്പോ വല്ലാത്ത വിഷമായി. ഞാൻ പറഞ്ഞു, അൽ കാനത്ത് ഇല്ല അജൂസൻ യാ റസൂലല്ലാഹ്, എന്തായാലും നബിയെ ഒരു വയസ്സെത്തി പെണ്ണല്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ മനുഷ്യ സഹജാട്ടോ, കൂട്ടത്തിൽ അതും കൂടെ മനസ്സിലാക്കണം. ആ വൃദ്ധയായ പെണ്ണല്ലേ നബിയെ നമ്മൾ ചോദിച്ചപ്പോഴേക്ക് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, ഇന്ന് അല്ലാഹു അതിലേറെ യുവതിയായ സുന്ദരിയായ പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ? ആയിഷ ബീവിയോട് ഉദ്ദേശിച്ചത് ആയിഷ ബീവിനെയാണ്. അപ്പൊ അതുകൊണ്ട് നബിയെ ഇത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന മട്ടില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തലയുടെ മുൻഭാഗത്തുള്ള മുടി ഇങ്ങനെ എഴുന്നു നിന്നു. കാരണം അത് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുടി മുഖദ്ദമുർ റഅസ് മുടി ഇങ്ങനെ എഴുന്നു നിന്നുകൊണ്ട്, മുഖദ്ദമു ശഅരിഹി ഇങ്ങനെ എഴുന്നു നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ വല്ലാഹി മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ, ഇല്ല, പടച്ചോനാണ് സത്യം, ഖദീജയേക്കാൾ നല്ല ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. ഖദീജയേക്കാൾ നല്ല ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. എന്തുകൊണ്ട്? ആമനബി ഇത് കഫറന്നാസു, ജനങ്ങളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പം എന്നെ വിശ്വസിച്ച ഒരേ ഒരു മെമ്പറാണ് ഖദീജ. ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയ ഇത് കദ്ദബനിന്നാസ്, ജനങ്ങളൊക്കെ എന്നെ കളവാക്കി തള്ളിക്കളഞ്ഞപ്പം എന്നെ വിശ്വസിച്ച പെണ്ണാണ് ബീവി ഖദീജ. ഇത് ഹറമനിന്നാസ്, ദീനീ പ്രബോധനത്തിന് 5 കാശ് തരാൻ ആളില്ലാതെ എന്നെ പൈസ കൊണ്ട് സഹായിക്കാൻ ഒരു കുട്ടികളും ഇവിടെ ഇല്ലാത്ത കാലത്ത്, എല്ലാവരും എനിക്കെതിരായ കാലത്ത് വലിയ സാമ്പത്തിക ശേഷിയുള്ള എന്റെ ഖദീജയാണ് എന്നെ സാന്ത്വനിപ്പിച്ചത്. ഖദീജയുടെ സമ്പത്ത് കൊണ്ട് ഖദീജ എന്നെ സാന്ത്വനിപ്പിച്ചു. ഇത് ഹറമനിന്നാസ്, ജനങ്ങളൊക്കെ എനിക്ക് 5 കാശും തരാതിരിക്കുന്ന കാലത്ത് വറസഖനില്ലാഹു മിൻഹൽ വലദ ദൂന ഗൈരിഹാ മിനൻ നിസാ. നിങ്ങളൊക്കെ എത്ര പെണ്ണുങ്ങളുണ്ട് ഇവിടെ? ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ടേ എനിക്ക് ഇന്ന് വരെ ഒരു കുട്ടിനെ തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് കുട്ടികളെ തന്നത് എന്റെ പ്രിയപ്പെട്ട ഖദീജയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. ആയിഷ ബീവി പറയും, അപ്പൊ ഞാൻ മനസ്സിലാണ് പറഞ്ഞു, ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ലാ അദ്കുറുഹാ ബിസയ്യിഅത്തിൻ അബദ, ഇനി ഒരിക്കലും ഖദീജ ബീവിനെ പറ്റി കുറ്റം പറയൂല, ഇനി പറയൂല. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചു.
ഇതുകൊണ്ടാണ് യൗമുൽ ഫത്ഹിൽ മക്കം ഫത്ഹിന്റെ അന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സ്വന്തം നാട്ടിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാണ്, അങ്ങോട്ട് വരികയാണ്. ആദർശ സംരക്ഷണത്തിന് വേണ്ടി നാട് പോലും വിട്ടുകൊടുത്തു. പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണ്. ആ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും മക്കയുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക കീഴടക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ വീടൊരുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഖദീജുമ്മയുടെ ചാരത്തൊരു കുബ്ബ കെട്ടണം. അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചോക്ക്, എത്ര കാലം കഴിഞ്ഞു. യുവതികളും സുന്ദരികളുമായ ഭാര്യമാരൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ പറയാണ്, ഖദീജുമ്മയുടെ അവിടെ പോയവർക്ക് വേഗം തിരിയും. എത്ര വ്യത്യാസമുണ്ട്. കഅബയും ഖദീജുമ്മയുടെ ഖബറും ജന്നത്തുൽ മുഅല്ലയിലാണ് ഖദീജ ബീവി കിടക്കുന്നത്. അതിന്റെ അടുത്താണ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കിടക്കുന്നത്. നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഖദീജ ബീവിയുടെ അടുത്ത് ഒരു കുബ്ബ കെട്ടാൻ പറഞ്ഞു. ആ ടെന്റിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി ഇരിക്കുന്നത്. എന്നിട്ട് എന്തേ കാരണം? ഖദീജുമ്മയുടെ ആത്മാവ് സമാധാനം നൽകുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കഅബ തവാഫ് ചെയ്യുന്നു. ബിംബങ്ങളൊക്കെ മാറ്റിയതിന്റെ ശേഷം കഅബ വൃത്തിയാക്കി മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്നു. അങ്ങനെ കഅബ തവാഫ് ചെയ്യുമ്പോഴും ബിംബങ്ങൾ എടുത്തു മാറ്റിക്കളയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുൽതഫിതൻ ബൈന ഔലത്തിൻ വഉഖറ ഇലാ ബൈതിഹൽ അസീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ അങ്ങ് ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്ന ഖദീജുമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കും, കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട്. കാരണം ഖദീജ, നീ പണം തന്ന്, നീ ആരോഗ്യം തന്ന്, നീ ജീവിതം തന്ന്, നീ ഉണ്ടാക്കിയ ഈ മതം പരിശുദ്ധ ഇസ്ലാം ഇതിവിടെ വിജയിച്ചിരിക്കുന്നു ഖദീജ. ഇത് കാണാൻ എന്റെ ഖദീജയും കൂടെ വേണ്ടിയിരുന്നു. മോളെ ഖദീജ, നീ കാണുന്നില്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ ഖദീജ ബീവിയുടെ ഖബറിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട്, ഇത് ഓർത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം എഴുതിയത് കാണാം. ഖദീജുമ്മ വലിയൊരു താങ്ങും തണലുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ യോഗം കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു. അന്നല്ലേ വീട് വളയും, അതിന്റെ മുമ്പ് തന്നെ തീരുമാനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഹബീബിന് കിട്ടിയിട്ടുണ്ട്. ഹബീബ് ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇന്നൊന്ന് ഇവിടുന്ന് പോകണം മോളെ. എങ്ങോട്ടാ പോകേണ്ടത്? അസ്മാ ബീവിയുടെ വീട്ടിലേക്ക് പോകണം, ഇളയമന്റെ വീട്ടിലേക്ക് പോകണം. എന്തിനാ അങ്ങ് പോകുന്നത് ചോദിച്ചു. എന്റെ ഉപ്പ എന്നെ വീട്ടിൽ പറഞ്ഞേക്കാറില്ലല്ലോ, എന്റെ ഉപ്പ എന്നെ എങ്ങോട്ടും വിടാറില്ലല്ലോ. കാരണം ഖദീജുമ്മ ഇല്ലാതെ പിന്നെ ഉപ്പക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയാണ്. അവിടെ നിന്ന് പറയാൻ നബി തങ്ങൾ നിർബന്ധിതനായി, മോളെ ഒന്ന് വിരുന്നു പോകണം ഇളയമാന്റെ വീട്ടിക്ക്. എന്തിനാണ് എന്നെ പറഞ്ഞേക്കുന്നത്? അപ്പൊ പറഞ്ഞു, നിന്റെ ഉപ്പനെ ഇന്ന് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വീട് വളയും, എന്റെ മോൾ ഇവിടെ കിടക്കാൻ പാടില്ല, പോകണം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പറഞ്ഞു, ഉപ്പാ അങ്ങ് ഈ വീട്ടിൽ വെച്ച് വെട്ടി നുറുക്കുമ്പോ എനിക്ക് ഇളയമാന്റെ വീട്ടിൽ പോയി തങ്ങണ്ട, വിരുന്നു പോകണ്ട, ഒരിക്കലുമില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഞാനിവിടെ കിടന്ന് ഉപ്പാന്റെ കൂടെ ഞാനും കൊല്ലപ്പെടണം എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞത്, മോളെ ഞാൻ നിന്നോട് പറയാൻ മടിച്ചത് ഇതാണ്, നീ പോകൂലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പൊന്നുമോളോട് പറയട്ടെ, മോളെ പോകണം. കാരണം അല്ലാഹ് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, എനിക്കൊന്നും സംഭവിക്കൂല. വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ തങ്ങളെ ജനങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹ് കാക്കും. ഇതുപോലെ ഒരു ഉറപ്പ് മോളെ നിന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കൂല, മോള് ധൈര്യമായിട്ട് പോയിക്കോ. പക്ഷെ അവിടെ ഉള്ളവരെ വിവരം അറിയിക്കരുത് കേട്ടോ. അവിടെ വിരുന്ന് വന്നവരായിട്ട് തന്നെ അഭിനയിക്കണം. നബി തങ്ങൾ വിട്ടു ചെന്നു. ഇളയമ വീണ്ടും ചോദിച്ചു, എന്തേ മോളെ ഇങ്ങനെ ഒരു പതിവില്ലാത്ത വിരുന്ന് പെട്ടെന്ന്? പറഞ്ഞില്ല, അന്ന് രാത്രി ഫാത്തിമാക്ക് ഉറക്കം വരുന്നില്ല. കാരണം എന്താ വാപ്പന്റെ അവസ്ഥ എന്നറിയില്ല. എന്താണ് വാപ്പന്റെ അവസ്ഥ എന്നറിയില്ല. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നിടത്ത് എഴുതിയത് കാണാം. ഫാത്തിമ ബീവി കിടക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞാൽ വീട്ടുകാരറിയല്ലോ എന്ന് കരുതിയിട്ട് തലയണയിലേക്ക് തലയമർത്തി വെച്ചിട്ട് തലയണ അങ്ങ് തലയണ അങ്ങോട്ട് പൊതിർന്നു പോയി. എന്താ കാരണം? പടച്ചോനെ, ആ സമയത്ത് പെട്ടെന്ന് കരഞ്ഞു പോകാൻ കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ ഒന്ന് തലോടി കൊടുക്കാൻ, ഒന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ എന്റെ ഉമ്മയാണ് ഉണ്ടായിരുന്നത്. എന്റെ ഉമ്മ ഖദീജ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ വാപ്പാക്ക് ഒരു വിഷമമില്ലായിരുന്നു. അതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരായിരുന്നു എന്റെ ഉമ്മ. ബീവി ഖദീജുമ്മ ഹയാത്തിലില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് അറിയാതെ കരഞ്ഞുപോയത്. തിരുനബിയുടെ വലം കൈയായിരുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 65-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്തായ കഥകളൊക്കെ കുറെ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഖദീജ ബീവിയെ കുറിച്ച് അല്പം പറയാന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പറഞ്ഞാൽ തീരൂല. ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്താവുന്നു. 5 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ അബൂ താലിബ് വഫാത്താകുന്നു. നബിന്റെ 2 താങ്ങും തണലും അങ്ങ് പോയി. 50-ാമത്തെ വയസ്സിലാണ് നബി തങ്ങളുടെ ആ വർഷത്തിനെ വിളിക്കുന്ന പേരാണ് ചരിത്രത്തിൽ ആമുൽ ഹുസൻ, ദുഃഖവർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിഷമിച്ച ഒരു വർഷമാണ്.